ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തൊഴിൽമേളയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ 3 കമ്പനികളാണ് പ്രധാനമായിട്ടും പങ്കെടുക്കുന്നത്. കൂടെ കാണാൻ പറ്റും സ്ട്രീം പെർഫെക്റ്റ് ഗ്ലോബൽ സർവീസസ്, പിന്നെ ബോസ്റ്റൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനലിറ്റിക്സ്, പിന്നെ കൊണ്ടഡി ഓട്ടോക്രാഫ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇങ്ങനെ 3 കമ്പനികളാണ്. അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഒരു ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ GOCL എജുലാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി GOCL എജുലാൻഡ്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈസി ടൂളിൻ്റെ അടുത്തായിട്ട് ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി എന്നുള്ളതിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉള്ളവരാണെങ്കിൽ ഇവിടെ കാണാം ഗൂഗിൾ പ്ലേ എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി പ്ലേ സ്റ്റോറിൽ നിങ്ങൾ GOCL എജുലാൻഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്താലും മതി. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ, നിങ്ങൾക്ക് ഐഫോണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത് വെബ്സൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ എന്താണ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വരാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്കൊരു പേയ്മെൻറ്റ് ഉണ്ട്. ഇത് 499 ആണ് ഇതിൻ്റെ പേയ്മെൻറ്റ്. ഇതിൽ 50% ഓഫർ ഉണ്ട്. ഇനി ഇതിൻ്റെ തന്നെ നിങ്ങൾക്കൊരു കൂപ്പൺ കോഡ് ഞാൻ തരാം. അത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്കൊരു 40% കൂടെ അതിൽ നിന്ന് കുറയും. അപ്പോൾ അത് ആദ്യത്തെ 100 പേർക്കായിരിക്കും ലഭിക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങളിവിടെ ബൈ നോ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ ലോഗിൻ ആയിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ലോഗിൻ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ലോഗിൻ ആയതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്താൽ ഇവിടെ ബൈ നോ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ എനിക്കിതാ ഈ പറയുന്ന കൂപ്പൺ കോഡ് GOCL നമ്മുടെ ക്യാപിറ്റൽ ലെറ്ററിലാണ് അടിക്കേണ്ടത്. GOCL 40 എന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ, സ്പേസ് ഇടാതെ. എന്നിട്ട് അപ്ലൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്ലൈ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ കാണാം 200 രൂപ മൈനസ് ആയിട്ടുണ്ട്. ഇപ്പം നിലവിൽ 299 രൂപയാണ് ഇതിൽ പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ബൈ നോ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് UP ഒക്കെ ഉപയോഗിച്ചിട്ട്, അതായത് ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്കിത് ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറിലുള്ള ഡയറക്റ്റ് ലിങ്കുകളും അതുപോലെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ലഭിക്കും. അതുപോലെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കണ്ടന്റ് ഇങ്ങനെയാണ് ഇരിക്കും. നിങ്ങൾ ഇത് കോഴ്സ് പർച്ചേസ് ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ടന്റിൽ ഇങ്ങനെയാണ് കാണാൻ പറ്റുക. അതിൽ കാണാം LNT വേക്കൻസീസ്, മെയിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയ് ജോബ്സ് എന്നിട്ട് വേറൊരു ഫോൾഡർ ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് BA or BTech ഡിപ്ലോമ അതൊക്കെ ഫ്രഷേഴ്സിനുള്ള മാത്രം ഓരോ സോർട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ചാനലിൽ ഇപ്പോൾ നമുക്ക് എല്ലാം വീഡിയോ ആയിട്ട് ഇടാൻ പറ്റിക്കോളന്നില്ല. അപ്പം പ്രോപ്പറായിട്ട് മറ്റു പ്രൈവറ്റ് ജോബ്സ് ഒന്നും നമ്മൾ ഈ ചാനലിൽ അങ്ങനെ കൊടുക്കുന്നില്ല. മെയിനായിട്ട് ഗവൺമെൻറ് ജോലി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വലിയ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ വലിയ സെക്ടറിലുള്ള പ്രൈവറ്റ് ജോബ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ലഭിക്കും. അതിൽ MSc അങ്ങനെ ഓരോന്നും നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഞാനിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരികയാണ്. ഓരോ ഫോൾഡറിലും ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വരും. നമ്മൾ ഓരോ ദിവസവും നമ്മളത് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ബാക്ക് അടിച്ച് പോയി ഞാനിതിൽ ഒന്നുകൂടെ കാണിക്കാം. ഇതിലിപ്പോൾ നമ്മൾ എയർപോർട്ട് ജോബ്സിൻ്റെ ഒക്കെ ഇതിലുണ്ട്. കൂടെ താഴെ സ്ക്രോൾ ചെയ്താൽ എയർപോർട്ട് ജോബ്സിൻ്റെ ഒന്ന് വന്ന് കിടക്കുന്നുണ്ട്. അതിലൊരു PDF ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ എയർപോർട്ടിലെ വേക്കൻസികൾ റീസെൻ്റായിട്ട് നമ്മൾ ചെയ്താൽ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോബ് ഫെയർ നിങ്ങൾക്ക് കാണാം. ജോബ് ഫെയർ ഒക്കെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ PDF ഇവിടെ ജോബ് ഫെയർ എന്നുള്ള അതിൽ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ റീസെൻ്റ് ആയിട്ടുള്ള അതായത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സെയിം PDF തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. അപ്പോൾ വളരെ നിങ്ങൾക്ക് യാതൊരുവിധ എന്താണ് ഈ പറയുന്ന ആഡോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യുന്നത് കാരണം നിങ്ങളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടമായിട്ട് പോകാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അതുപോലെ അതിൻ്റെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യുക. ആദ്യത്തെ 100 പേർക്കാണ് ആ ഒരു ഓഫർ ഉണ്ടാകും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ പറയാനുള്ള എന്താണ് ഈ ജോബ് ഫെയറിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മുടെ ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാം വാക്ക് ഇൻ ഇൻ്റർവ്യൂ. അതിൽ ആദ്യത്തെ കമ്പനി സ്ട്രീം പെർഫെക്റ്റ് ഗ്ലോബൽ സർവീസസ് ആണ്. ഇതിലേക്ക് മോണിറ്ററിംഗ് ഓഫീസർ എന്ന് പറയുന്നത് അസിലേക്കാണ്. മിനിമം ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ. ഡിപ്ലോമ നിങ്ങൾക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ മെയിനായിട്ട് നിങ്ങൾക്ക് സ്കില്ല് വേണ്ടത് MS വേർഡും MS Excelലും ഒക്കെ അത്യാവശ്യം ഡീൽ ചെയ്യാൻ അറിയെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇന്ന ഡിസിപ്ലിൻ വേണമെന്നൊന്നുമില്ല. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ഡിപ്ലോമയ്ക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, ഇതിന് 18,000 ആണ് ഇതിൻ്റെ സാലറി ഓഫർ ചെയ്യുന്നത്. കൊച്ചിയിലായിരിക്കും പോസ്റ്റിംഗ് ലൊക്കേഷൻ. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് എബോവ് 22 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ 22 മുകളിലുള്ളവർക്ക് ആർക്കുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്പർ ഓഫ് വേക്കൻസീസ് 10 വേക്കൻസിയാണ് അതിലുള്ളത് കേട്ടോ. പിന്നെ ഗ്രാഫിക് ഡിസൈനിങ്ങിലേക്കാണ് അടുത്തത്. അതിലും മിനിമം ഡിപ്ലോമയാണ്. അതിൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പോ അഡോബൊക്കെയാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. ഇതിൽ എക്സ്പീരിയൻസ് ഒന്നും വേണമെന്നില്ല. ഈ മേഖലയിൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമെന്നുള്ളൂ. 18,000 ആണ്. കൊച്ചിയിലാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. ഇതും എബോവ് 22 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. 5 വേക്കൻസിയാണ് കേട്ടോ ഇതിൽ വിളിച്ചിരിക്കുന്നത്. ഇതിനടുത്ത് ബോസ്റ്റൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനലിറ്റിക്സ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടെ കാണാം. അക്കാദമിക് കൗൺസിലർ എന്ന് പറയുന്ന പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്.
ഓക്കെ, ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം. ഇതിൽ നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. ഓക്കെ, ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക. ഒരു 1 ഇയർ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. 20+ സാലറി നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. 20+ K ആയിരിക്കും സാലറി ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ കോട്ടയം ആയിരിക്കും അതിൻ്റെ പോസ്റ്റിംഗ് ലൊക്കേഷൻ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. 23 to 30 ഏജ് ലിമിറ്റ്. മാക്സിമം ഏജ് ലിമിറ്റ് ഇവിടെ ഉണ്ട്. 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 2 വേക്കൻസിയാണ് അതിലുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് കൊണ്ടോടി ഓട്ടോക്രാഫ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെതാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മിഗ് വെൽഡർ ഉണ്ട്. ഇതിൽ IT ആണ് കേട്ടോ ചോദിക്കുന്നത്. ഫ്രഷറിനും അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസിനും അപ്ലൈ ചെയ്യാം. സാലറി ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ 12,000 മുതൽ 25,000 വരെ പ്ലസ് ഇൻസെൻറ്റീവും അതുപോലെ നിങ്ങൾക്ക് മറ്റു ഓവർ ടൈം അക്കോമഡേഷൻ, ക്യാൻറ്റീൻ ഫെസിലിറ്റി അങ്ങനെ കുറേ അലവൻസ് ആയിട്ട് കുറേ ഉണ്ട്. കോട്ടയമായിരിക്കും ഇതിൻ്റെ പോസ്റ്റിംഗ് ലൊക്കേഷൻ. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ ചില പോസ്റ്റിന് ഇത് കംപ്ലീറ്റ് മെയിലാണ് കേട്ടോ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിൽ വേക്കൻസി ഇല്ല കേട്ടോ. കൊണ്ടോടി ഓട്ടോക്രാഫ്റ്റ് ലിമിറ്റഡിൽ നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മിനിമം ഏജ് 21, മാക്സിമം 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് വേക്കൻസി 15 വെച്ചിട്ട് പിന്നെ 10 വേക്കൻസിയൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെത് നിങ്ങൾക്കിവിടെ കാണാം. ഏതൊക്കെ ട്രേഡ് എന്ന് നോക്കാം നമുക്ക്. പിന്നെ ആർക്ക് വെൽഡർ, അതുപോലെ ഫാബ്രിക്കേറ്റർ, ഫിറ്റർ, ദെൻ പുട്ടി വർക്കർ, പെയിൻറ്റർ, ദെൻ മെഷീൻ ഓപ്പറേറ്റർ, ദെൻ ഓട്ടോ ഇലക്ട്രീഷ്യൻ. ഈ പറഞ്ഞിരിക്കുന്ന അതായത് ട്രേഡിൽ നിങ്ങൾക്ക് IT കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. സാലറി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നോക്കാം നിങ്ങൾക്ക്. അതിലെ പോസ്റ്റിംഗ് ലൊക്കേഷൻ, പിന്നെ ഏജ് മിനിമം 21 to 40 ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ എഞ്ചിനീയർ BTech അല്ലെങ്കിൽ ഡിപ്ലോമ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് BTech അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അത്യാവശ്യം നല്ല സാലറി, ഒട്ടനവധി അലവൻസും ക്യാൻറ്റീൻ ഫെസിലിറ്റിയും ഉണ്ടാവുന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അക്കോമഡേഷൻ, ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതിൽ ഡിസൈൻ എഞ്ചിനീയർ BTech അല്ലെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കൽ തന്നെയാണ് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് മിനിമം 3 to 5 വർഷമാണ് ഏജ് ലിമിറ്റ് എക്സ്പീരിയൻസ് പറയുന്നത്. ഇതിൽ അത്യാവശ്യം നല്ല സാലറിയും പിന്നെ അക്കോമഡേഷനും ക്യാൻറ്റീനും ഒക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 21 to 40 ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വെന്യൂ വരുന്നത് ഈ ഒരു ജോബ് ഫെയർ മാത്രമല്ല കേട്ടോ, നമ്മൾ വേറെ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ വെന്യൂ വരുന്നത് അതിൻ്റെ മറ്റു ഡേറ്റും കാര്യങ്ങളിലൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പോസ്റ്റൊക്കെ നമ്മളിതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ചിലപ്പം വീഡിയോ ചെയ്യാൻ സമയം കിട്ടിക്കോളന്നില്ല. അപ്പോൾ ഇത്തരം കുറച്ചും പാടെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും അതിൽ ആഡ് ഫ്രീ ആയിട്ട് വേറെ ആഡോ കാര്യങ്ങളോ ഉണ്ടായാലും ഡയറക്റ്റ് നിങ്ങൾക്ക് നോക്കി അപ്ലൈ ചെയ്യാൻ പറ്റും. ലിങ്കുകളൊക്കെ പ്രോപ്പറായിട്ട് തരും. അപ്പോൾ ഇവിടെ കാണാം, ഇതാണ് അതിൻ്റെ പോസ്റ്റർ വരുന്നത്. എംപ്ലോയബിലിറ്റി സെൻറ്റർ കോട്ടയം ആണ് ഈ ഒരു ജോബ് ഡ്രൈവ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്രസ്സ് ഉണ്ട് ഇവിടെ. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, സിവിൽ സ്റ്റേഷൻ, 2nd floor, നിങ്ങൾക്ക് കളക്ട്രേറ്റ് കോട്ടയം. അവിടെയാണ് അതിൻ്റെ വെന്യൂ. ഇവിടെയാണ് നിങ്ങൾ എത്തേണ്ടത് കേട്ടോ. എത്തേണ്ട ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. May 9, 10 AM മുതൽ 1 മണി PM. അതായത് നിങ്ങൾ ആ ഒരു ഉച്ചയ്ക്ക് 1 മണി വരെ ഉള്ള ഡേറ്റിൻ്റെ ഉള്ളിൽ സമയത്തിൻ്റെ ഉള്ളിൽ അവിടെ എത്തണം. ഇതിൽ പങ്കെടുക്കുന്ന റിക്രൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഇവരാണ്. ഈ പറയുന്ന സ്ട്രീം പെർഫെക്റ്റ് ഗ്ലോബൽ സർവീസ് നമ്മൾ പറഞ്ഞ കൊണ്ടോടി ഓട്ടോക്രാഫ്റ്റ് BIA തുടങ്ങിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. 10 AM 5 PM ഇടയിൽ വിളിച്ചിട്ട് അന്വേഷിക്കാനുള്ള നമ്പറാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാം. അപ്പോൾ ഈ തൊഴിൽമേളയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോട്ടയം എംപ്ലോയബിലിറ്റി സെൻ്ററാണ് സെൻറ്റർ. അതുപോലെ കോട്ടയം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് May 9 തൊഴിൽമേള സംഘടിപ്പിക്കുന്നതാണ് അനൗൺസ്മെൻറ്റ്. അതെന്തുകൊണ്ട് ഇതിൽ പങ്കെടുക്കണം വെച്ചാൽ 3 കമ്പനികളും 100+ ഒഴിവുകളുമാണ് വന്നിരിക്കുന്നത്. 2025 May 9 വെള്ളിയാഴ്ചയാണ് ഈ ജോബ് ഫെയർ നടക്കുന്നത്. രാവിലെ 10 മുതൽ 1 മണി വരെയാണ് നടക്കുന്നത്. ഇതിന് എംപ്ലോയബിലിറ്റി സെൻറ്റർ കോട്ടയം, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, സിവിൽ സ്റ്റേഷൻ, 2nd floor, കളക്ട്രേറ്റ് കോട്ടയം. ഇതാണ് വെന്യൂ. ഓക്കെ, നിങ്ങൾ എത്തിച്ചേരേണ്ട അഡ്രസ്സ് അതാണ്. ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ഇൻ്റർവ്യൂവിന് അനുയോജ്യമായ ഫോർമൽ ഡ്രസ് കോഡിൽ കേട്ടോ, പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ഫോർമൽ ഡ്രസ് കോഡിലാണ് എത്തിച്ചേരാൻ ശ്രദ്ധിക്കുക. സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റകളും പകർപ്പുകൾ എന്നിവ കയ്യിൽ കരുതുക. ഒറിജിനലും വെക്കുക. 2, 3, 4 കോപ്പിയും ഒരു 3, 4 CVയും നമ്മൾ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ഇനി എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 250 രൂപ അടച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ഈ തൊഴിൽമേളയിലും തുടർന്നുള്ളവയിലും പങ്കെടുക്കാവുന്നതാണ്. അത് നമ്മൾ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ നമ്മൾ ഇതുവരെ ഫീ ഒന്നും അടിച്ചില്ലെങ്കിൽ ഒരു തവണ ഒരു 250 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് ഏത് ജോബ് ഫെയർ ഉണ്ടല്ലോ അതിൽ പങ്കെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് പോകാൻ പറ്റില്ല എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആ സ്പോട്ടിൽ പോയിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കേട്ടോ. രജിസ്റ്റർ ചെയ്തവർക്കും ഇതിലേക്ക് പോകാം. ഓൾറെഡി 250 അടിച്ച് രജിസ്റ്റർ ചെയ്തവർക്കും പോകാം. ഇനി രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്കും അവിടെ പോയിട്ട് സ്പോട്ടിൽ അവിടുന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. കൂടുതൽ വിവരങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാനാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇത്. അതിൻ്റെ ഈ പറയുന്ന പോസ്റ്ററും അതിൻ്റെ ബാക്കി തന്നെയാണ്. ഞാൻ പറഞ്ഞ 9-5 ഈ പറയുന്ന വെന്യൂ നിങ്ങൾക്ക് കാണാം. കോട്ടയം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, സിവിൽ സ്റ്റേഷൻ, 2nd തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ 3 കമ്പനീൻ്റെ വേക്കൻസി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി തിരുവനന്തപുരം ജില്ലയിലും എന്താണ് വേക്കൻസികളുണ്ട്. അതായത് തിരുവനന്തപുരം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും ഈ സെയിം ഡേറ്റിനോ May 9 രാവിലെ 10 മണിക്ക് അഭിമുഖം നടത്തുന്നു. അതായത്
തിരുവനന്തപുരം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെൻറ്ററിലാണ് ഈ വിവിധ തസ്തികയിലായിട്ട് മെയ് 9 കേട്ടോ രാവിലെ 10 മണിക്ക് അഭിമുഖം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ വേറെയും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് വരുമ്പോൾ ഞാനത് ഒരു ചെറിയ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു എന്താണ് 1, 2, 3 വേക്കൻസി അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്ന പറയുന്നത് നമുക്കത് പോസിബിളായ കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗത്ത് തുടർച്ചയായിട്ട് വേണം അപ്ഡേറ്റ് ചെയ്യും. അതാണ് നിങ്ങൾക്ക് ഇതിലേക്ക് നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തുള്ള ബെനിഫിറ്റുകൾ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ടെലഗ്രാമിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള ഓപ്പൺ ഗ്രൂപ്പ് ഉണ്ടാകും. അപ്പോൾ അവിടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, കസ്റ്റമർ സർവീസ് പോസ്റ്റുകളാണ് വായിക്കുന്നത്. ഈ തിരുവനന്തപുരം എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ നടക്കുന്നതാണ് പറയുന്നത് കേട്ടോ. മറ്റേത് കോട്ടയത്തിൻ്റെ കഴിഞ്ഞു. അപ്പോൾ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, കസ്റ്റമർ സർവീസ് സൂപ്പർവൈസർ, ദെൻ ടേൺ അറൗണ്ട് കോർഡിനേറ്റർ, അതുപോലെ ലോഡ് കൺട്രോൾ ഏജൻറ്റ്, ലോഡ് കൺട്രോൾ സീനിയർ ഏജൻറ്റ്, സെയിൽസ് മാനേജർ, ദെൻ ഏജൻസി ഡെവലപ്മെൻറ്റ് മാനേജർ, ഏജൻസി ലീഡർ മാനേജർ, ഏജൻസി ലീഡർ തസ്തികയിലേക്കാണ് തുടങ്ങിയിട്ടുള്ള തസ്തികയിലേക്കാണ് നിയമനം. ഒന്നെങ്കിൽ +2 ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, MBA യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മാക്സിമം ഏജ് 40 വയസ്സാണ്. ദെൻ പ്രവൃത്തി പരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്ത് അഭിമുഖത്തിൽ പങ്കെടുക്കുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഇതായി നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്, വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അതിനനുസരിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി. അപ്പോൾ മറ്റു ജില്ലകളിലുള്ളവർക്ക് ഇതിലേക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണഗതിയിൽ പങ്കെടുക്കാൻ സാധിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കോട്ടയത്തിൻ്റെ ആണെങ്കിൽ നമ്മൾ കൊച്ചിയിലൊക്കെ വേക്കൻസി ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ നോക്കിയിട്ട് വേണമെങ്കിൽ അതിൽ പങ്കെടുക്കാമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇനിയിപ്പം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ പോയാൽ മതി എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് മുൻകൂറായിട്ട് നമ്മൾ എവിടെയും ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഈ മെയ് 9 നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അവിടെ എത്തുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിന് മുൻപായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വിളിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും പറ്റും. അപ്പം വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ്. യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.